നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈത്തപ്പഴം ഷേക്കാണ്. എല്ലാവരും കണ്ടിട്ട് ടഫാണെന്നൊന്നും വിചാരിക്കണ്ട. വെരി സിമ്പിളായിട്ട് നമുക്കതിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഷേക്കാണ്. ആദ്യം തന്നെ ഈത്തപ്പഴം എടുക്കണം. ഈത്തപ്പഴം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കുരു കളഞ്ഞെടുത്തതിന് ശേഷം നന്നായി വൃത്തിയായി കഴുകിയെടുക്കണം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞങ്ങളത് അതൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. നല്ല വൃത്തിയായി കഴുകി വെച്ചിട്ടൊന്ന് പൊളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് വേണ്ടത് ബദാമാണ്. ബദാം ഓപ്ഷണലാണ്. ബദാമോ അണ്ടിപ്പരിപ്പോ നിങ്ങൾക്ക് എടുക്കാം. ഞങ്ങളിപ്പോൾ ബദാം എടുത്തിട്ടുണ്ട്. ബദാം ഞങ്ങളുടെ കയ്യിലുള്ളതുകൊണ്ട് ഞങ്ങൾ ബദാം എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കട്ടപ്പാൽ വേണം. കട്ടപ്പാൽ കടയിൽ നിന്ന് അങ്ങനെ വാങ്ങുകയാണെങ്കിൽ അങ്ങനെ വാങ്ങാം, അല്ലെങ്കിൽ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചിട്ട് അങ്ങനെ എടുക്കുകയാണെങ്കിൽ കട്ടാക്കി എടുക്കുകയാണെങ്കിൽ അങ്ങനെ ആക്കാം. ഞങ്ങൾ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ട് ചെയ്തത്. എന്നിട്ട് അതൊന്ന് എടുക്കുക. പിന്നെ ഒരു ഐസ് വാട്ടർ എടുക്കുക. നിങ്ങൾക്ക് അപ്പം കുടിക്കണമെങ്കിൽ ഒന്നല്ലെങ്കിൽ ഐസ് ക്യൂബ് അല്ലെങ്കിൽ ഐസ് വാട്ടർ എടുക്കാം. ഞങ്ങളിപ്പോൾ ഐസ് വാട്ടറാണ് എടുത്തത്. നമുക്ക് നോമ്പ് തുറക്കുള്ളത് കേട്ടോ. പിന്നെ എന്താ പറയുക, ഒരു ജാറിലേക്ക് നമ്മുടെ ഈത്തപ്പഴം ഇട്ട് കൊടുക്കണം. പിന്നെ ബദാം അത് ഓപ്ഷണലാണ്. ബദാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈത്തപ്പഴത്തിൻ്റെ കുരു കളയാൻ ആരും മറക്കരുത്. ഈത്തപ്പഴത്തിൻ്റെ കുരു എന്തായാലും കളയണം. അപ്പോൾ അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കട്ടപ്പാൽ എടുത്തിട്ടുണ്ട്. കട്ടപ്പാൽ നമ്മൾ കുത്തി ഉടക്കുക. നമ്മളിങ്ങനെ അമ്മീമൊക്കെ സാധനം ഉണ്ടാവില്ല, അതുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ടൊന്ന് ഉടച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമ്മൾ മിക്സി അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് അടിച്ചെടുക്കണം ഗൈസ്. പിന്നെ അത് അരിക്കണം. ഗൈസ്, ഈത്തപ്പഴം മധുരം ഉള്ളത് കൊണ്ട് നമുക്ക് ഷുഗർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഷേക്കാണ് കേട്ടത്. പിന്നെ നിങ്ങൾക്ക് അടിച്ചെടുക്കലും നിങ്ങൾക്ക് എന്താ പറയുക, അണ്ടിപ്പരിപ്പോ ബദാമോ ഇട്ടുണ്ടെങ്കിൽ മാത്രം അരിച്ചെടുത്താൽ മതി. ഞങ്ങൾ മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതിൽ ബദാമോ അണ്ടിപ്പരിപ്പോ ഒന്നും ഇട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് നോമ്പ് തുറക്ക് വേണ്ടിയിട്ട് തന്നെ ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. എന്തായാലും ഒന്ന് ട്രൈ ചെയ്തോക്കെ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവർക്കും ടാറ്റ.